ധാരണക്ക് വകയില്ല. ജനാധിപത്യം കൊണ്ടുവരാനോ ഖലീഫ ഭരണം അവസാനിപ്പിക്കാനോ അല്ല ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ ചേർന്നുകൊണ്ട് തുർക്കി സുൽത്താനെ അസ്ഥിരീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പിന്നെന്തിനാണ്? തുർക്കി സുൽത്താനേറ്റിന്റെ ഭരണാധികാരത്തിന്റെ ഈ വിസ്തൃതമായ പ്രവിശ്യകളുണ്ട്. അങ്ങ് യമൻ വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ചെങ്കടലിന്റെ തീരം മുഴുവൻ എന്താണ്? മധ്യധരണിയാഴിയുടെയും ചെങ്കടലിന്റെയും തീരപ്രദേശങ്ങൾ മുഴുവൻ എന്താണ്? അന്ന് തുർക്കി സുൽത്താനേറ്റിന്റെ അധികാരത്തിന് കീഴിലാണ്. ഈ ഭൂമിക്കടയിൽ അടിയിലാണ് സമൃദ്ധമായ അക്ഷയമായ ഫോസിൽ ഇന്ധനങ്ങളുടെ ഈ പെട്രോളിയം ഉണ്ട് എന്ന പരിവേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പ്രത്യേകിച്ച് ഇറാഖ്, സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഫോസിൽ ഇന്ധന നിക്ഷേപങ്ങളുണ്ട്. കൽക്കരിയേക്കാൾ, കോളിനേക്കാൾ ഇന്ധനക്ഷമതയുള്ള, ഊർജദായകത്വമുള്ള എണ്ണയുടെ വിപുലമായ ശേഖരങ്ങൾ ഈ പശ്ചിമേഷ്യൻ മധ്യപൂർവ്വദേശ രാജ്യങ്ങളിലുണ്ട് എന്നറിഞ്ഞതോടുകൂടി ഇത് തങ്ങൾക്ക് കൈയടക്കണം. അപ്പോൾ നമുക്കൊക്കെ അറിയാലോ, ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുക. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ ലോകം പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള, ഭൂപരമായ ലോകത്തെ വിഭജിച്ചെടുക്കാനുള്ള മത്സരങ്ങൾ, യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തുർക്കി സുൽത്താനേറ്റിനെതിരായിട്ട് ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും യോജിച്ചു. അതാണ് ഇതിനും പറയുന്നത്. എന്തിനു വേണ്ടി? ഈ പാശ്ചാത്യ മുതലാളിത്ത ശക്തികൾ തുർക്കി സുൽത്താനേറ്റിന് കീഴിലുള്ള രാജ്യങ്ങളിലും ജനങ്ങളിലും ജനാധിപത്യം കൊണ്ടുവരാനല്ല, മറിച്ച് ഈ ഭൂമിക്കടിയിലെ ഈ പ്രകൃതി വിഭവങ്ങൾ കൈയടക്കാനാണ്. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണെന്ന് കണ്ട് ആരും എന്ത് ചെയ്യേണ്ട? ഇതിനെ പിന്തുണക്കേണ്ട. ലെനിന്റെ ഈ നിരീക്ഷണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ജനകീയ നേതാവ് നമ്മുടെ മഹാത്മാവ് ഗാന്ധിയായിരുന്നു. ഗാന്ധിയാണ് 1919 തന്നെ അമൃത്സർ AICC സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ തുർക്കി സുൽത്താനേറ്റിനെതിരായി സാർവദേശീയ തലത്തിൽ തന്നെ സാമ്രാജ്യത്വങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിനെതിരെ വലിയ പ്രതിരോധങ്ങൾ ഉയർന്നു. ലെനിന്റെ ഈ ആഹ്വാനമൊക്കെ വന്നപ്പോൾ പല ദേശീയമോചന പ്രസ്ഥാനങ്ങളും എന്താണ്? തുർക്കി സുൽത്താനേറ്റിന്റെ കൂടെ ചേർന്ന് ഖലീഫത്തിനെ തകർക്കാനുള്ള, ഖിലാഫത്തിനെ തകർക്കാനുള്ള പാശ്ചാത്യ മുതലാളിത്ത ശക്തികളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നും മനസ്സിലാക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ വാമനാവതാരങ്ങളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളുടെ ശത്രുവാണ്, മുസ്ലിം ലോകത്തിന്റെ ശത്രുവാണെന്ന് ഈ കേരളം പോലെ ഉദ്ബുദ്ധമായ ചരിത്രബോധത്തിന്റെ വിശാല ഭൂമികയിൽ സഞ്ചരിക്കുന്ന എത്രയോ മനുഷ്യരുള്ള, എത്രയോ പ്രസ്ഥാനങ്ങളുള്ള ഒരു സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവര് മുസ്ലിം വിരുദ്ധരാണ്, ആര്? ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJPയേക്കാൾ, RSനേക്കാൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ മുണ്ടെടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ മുണ്ടെടുക്കുന്ന മോഡിയാക്കിയിരിക്കുക. നരേന്ദ്രമോദിയും മുണ്ടെടുക്കുന്ന ആളാണ്, അയാൾ തട്ടിയെടുക്കുന്നു മാത്രമല്ല. പിണറായി വിജയൻ എടുക്കുന്ന പോലെയല്ല നരേന്ദ്രമോദി എടുക്കുന്നത്. വേറെ, അത് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മനസ്സിലാത്ത കാര്യം. അതവിടെ എടുക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, പാശ്ചാത്യ മുതലാളിത്തത്തിന് ഈ കടന്നാക്രമണത്തെ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗവും ദേശീയ വിമോചന ശക്തികളും പ്രതിരോധിക്കണമെന്ന് സഖാവ് ലെനിൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഏറ്റെടുത്തു. അങ്ങനെയാണ് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 20. ആ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ വലിയ ബഹുജന ശക്തിയാക്കി മാറ്റി. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ സന്ദേശം ഗാന്ധി ഈ രാജ്യത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലേക്കും എത്തിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായി. മലപ്പുറത്ത് സംസാരിക്കും, ഞാൻ പറയണില്ല, MP നാരായണ മേനോൻ, കാട്ടിലിശ്ശേരി. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കതറിട്ട് നല്ല മറ്റേ സാധനം ഉണ്ടല്ലോ, മുണ്ട് കെട്ടി കിട്ടുന്ന ആ സ്റ്റാർച്ച്, അതും മുക്കി നടക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അറിയുമോ? ഈ മലബാറിന്റെ ഏറനാടിന്റെ ഗ്രാമാന്തരങ്ങളിൽ, അന്നത്തെ കോഴിക്കോട് താലൂക്ക്, കോഴിക്കോട് കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം കാട്ടിലിശ്ശേരിയും നാരായണ മേനോനും നടന്നു പോയിട്ടാണ് യോഗം വിളിക്കുന്നത്. എന്ത് യോഗം? കുടിയാന്മാരുടെ യോഗം വിളിക്കും. ആ ആദ്യം കുടിയാൻ സമിതി ഉണ്ടാക്കും. പിന്നെ എന്താണ്? ഖിലാഫത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഈ മലബാറിന്റെ വിശാല ഭൂപ്രദേശങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കിയത്. കുടിയാൻ സമിതിയുടെ, ഖിലാഫത്ത് കമ്മിറ്റിയുടെ തുടർച്ചയിലാണ് കോൺഗ്രസ് യൂണിറ്റുകൾ ഉണ്ടായത്. ഈ
ഒരു ചരിത്ര സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ദേശീയതയെ സംബന്ധിച്ച അങ്ങേയറ്റം പ്രതിലോമകരമായ ആശയങ്ങളുമായി ഹിന്ദുത്വവാദികൾ സംഘടിതമായി രംഗപ്രവേശം ചെയ്യുന്നത്. 1850 മുതൽ ഈ 900 വരെയുള്ള വർഷങ്ങൾ ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ അത് വിശദമായി പറയുന്നുണ്ട്. പഞ്ചാബിലെ കർഷകരുടെ സമരമൊക്കെ നടക്കുന്ന സന്ദർഭത്തിലാണ് ആ സമരത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് പീരങ്കി പട്ടാളത്തിന് കഴിയാതെ വന്നപ്പോഴാണ് കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം സെമിന്ദാർമാരുടെ പ്രശ്നമല്ല, കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം ബ്രിട്ടീഷ് നികുതി സമ്പ്രദായത്തിന്റെ പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം? കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം ഉഴവുകാളുകളെ കൊന്നു തിന്നുന്ന ഒരു വിഭാഗം മുസൽമാന്മാരാണ് കർഷകരുടെ ശത്രു. പഞ്ചാബിലെ സിഖുകാരോടും ഹിന്ദുക്കളും ഒക്കെ അടങ്ങുന്ന കൃഷിക്കാരോട് പറഞ്ഞതാണ്. മുസൽമാന്മാരും സിഖുകാരും ഹിന്ദുക്കളും ഒരു കർഷക വർഗമെന്ന നിലക്ക് ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സുദീർഘമായ സമരം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ സമരത്തെ തങ്ങളുടെ മർദ്ദക സംവിധാനങ്ങൾക്ക് തകർക്കാനാവില്ലെന്ന് വന്നപ്പോഴാണ് റായ് ബഹദൂർ, ലാലാ ലാൽചന്ദിനെ പോലുള്ള പഞ്ചാബ് ഹിന്ദു സഭയുടെ സ്ഥാപകന്മാരായി പിന്നീട് മാറിയ ബ്രാഹ്മണ ബുദ്ധിജീവികളെ രംഗത്തിറക്കി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഹൈന്ദവതയാണ് ദേശീയത എന്ന സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലാലാ ലാൽചന്ദ് അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ പുസ്തകമാണ് സെൽഫ് അബ്നെഗേഷൻ ഇൻ പൊളിറ്റിക്സ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു മടിയും കൂടാതെ പറഞ്ഞു, നാം ഒന്നാമതായി ഹിന്ദുക്കളാണ്, രണ്ടാമത് നമ്മളെന്താവുന്നു ഇന്ത്യക്കാരാവുന്നു. അപ്പൊ RSS വലിയ ദേശീയതയൊക്കെ പറയുമ്പോൾ നാം ഹിന്ദുക്കളാണ്, ഹൈന്ദവതയാണ് ദേശീയത എന്ന ആശയം 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നു. പക്ഷെ 1920കളാകുമ്പോഴേക്കും ഖിലാഫത്ത് നിസ്സഹകരണ സമരം ഈ രാജ്യത്താകെ അലയടിച്ചുവരികയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ശരീരം പോലെ ഒന്നിച്ചിരുന്ന് പോരാടുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ഹൈന്ദവതയാണ് ദേശീയത, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ശത്രുക്കളാണ്. അങ്ങനെ പറഞ്ഞ ആളാരാണ്? ഗാന്ധിജിയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന് പറയുന്നവർ ഹിന്ദുക്കളുടെ ശത്രുവാണെന്നും ഗാന്ധി അപ്പ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. മിസ്റ്റർ ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രം, ആ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ ഋഷിദാറാണ് ആ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ആ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി മുസ്ലിങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു രാഷ്ട്രത്തെയാണ് ഗാന്ധി വിഭാവനം ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ഇന്ത്യൻ ഹൈന്ദവ ദേശീയതയുടെ ഭാഗമല്ലെന്നും ഹിന്ദുക്കൾ തന്നെ ഒരു ദേശീയതയും ഒരു രാഷ്ട്രമാണ്. ഈ സിദ്ധാന്തമാണ് മുന്നോട്ട് വെച്ചത്. ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ നാഗപ്പൂരിലും പൂനെയിലൊക്കെ ബോധപൂർവം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കുത്തിത്തിരിപ്പുകാരനാണ് RSSന്റെ സ്ഥാപകനായിട്ടുള്ള മിസ്റ്റർ ഹെഡ്ഗേവാർ. ഹെഡ്ഗേവാറുടെ നയപരമായ പോളിസിപരമായ എല്ലാ ഉപദേശവും കൊടുത്ത ആള് മിസ്റ്റർ മുഞ്ചെ. അദ്ദേഹം 1919 തന്നെ യൂറോപ്പ് സഞ്ചരിച്ച് ഇറ്റലിയിൽ പോയി ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ, മുസോളിനിയുടെ സിദ്ധാന്തങ്ങളെ, അദ്ദേഹത്തിന്റെ സംഘടനാ സംവിധാനങ്ങളെ എല്ലാം സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളാണ്. ആ മാതൃകയിൽ ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് സംഘടന ഉണ്ടാക്കാൻ ഹെഡ്ഗേവാർ മുൻനിർത്തി ശ്രമങ്ങൾ ആരംഭിച്ച ആളാണ് ഡോക്ടർ മുഞ്ചെ, BS മുഞ്ചെ. 1920 ശേഷം 22, 23, 24 ആകുമ്പോഴേക്കും വലിയ വർഗീയ ദ്രവീകരണമുണ്ടായി. ഹിന്ദു മുസ്ലിം ഖിലാഫത്ത് നിസ്സഹകരണ സമരമുണ്ടാക്കിയ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ മൈത്രിയുടെ എല്ലാ കണ്ണികളെയും അറുത്തുമാറ്റുന്ന വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ സിദ്ധാന്തം വലിയ രീതിയിൽ ഹിന്ദു മഹാസഭയും തുടർന്ന് രൂപം കൊണ്ട RSSും പ്രചരിപ്പിച്ചു. ഈ ഒരു സന്ദർഭമാകുമ്പോഴേക്കും ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മുന്നണിയായിട്ടുള്ള, അതിന്റെ ഫ്രോണ്ടിയർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, താഷ്കന്റ് രൂപം കൊണ്ട പാർട്ടിക്ക് പല ഘടകങ്ങളുണ്ടായി രാജ്യത്തിന്റെ പല. ഇവരെ എല്ലാം വിളിച്ചു ചേർത്തു കാൺപൂർ കോൺഗ്രസ്.